തിരഞ്ഞെടുപ്പായതും പരിശോധനകൾ കർശനമായതും കാരണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലി വരവ് കുറഞ്ഞു. ഇതോടെ വ്യാഴാഴ്ച നടന്ന വാണിയംകുളം കന്നുകാലി ചന്തയിൽ കച്ചവടത്തിലും കുറവുണ്ടായതായി ചന്ത നടത്തിപ്പുകാർ പറഞ്ഞു. വിൽപ്പനയ്ക്കെത്തിച്ച കാലികൾക്ക് വലിയ വില നൽകേണ്ടി വന്നതായി കച്ചവടക്കാരും പറഞ്ഞു. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്ര, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകൾ എത്താത്തതാണ് കാരണം. ഇതോടെ ചന്തയിലെത്തിയ കന്നുകാലികളുടെ വിലയിലും വർധന വന്നു. നാട്ടിൻപുറങ്ങളിൽ നിന്നുള്ള കന്നുകാലികളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നേരത്തെ എത്തിച്ച കാലികളും മാത്രമാണ് എത്തിയത്. സംസ്ഥാനത്തെ വലിയ കന്നുകാലി ചന്തകളിലൊന്നാണ് വാണിയംകുളത്തേത്. 17 ലോഡ് കന്നുകാലികൾ മാത്രമാണ് വ്യാഴാഴ്ച എത്തിയത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് 70 ലോഡ് കന്നുകാലികൾ വരെ മുമ്പ് എത്തിയിരുന്നതാണ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ഭാഗത്തേക്കാണ് കൂടുതൽ കന്നുകാലികളെ കച്ചവടം ചെയ്തത്. കച്ചവടക്കുറവ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ചന്തയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ പറഞ്ഞു. സാധാരണ ചന്തയിൽ 5 കോടി രൂപയുടെ വരെ കച്ചവടം നടക്കാറുണ്ട്. തിരഞ്ഞെടുപ്പായതോടെ അതിർത്തികളിൽ ഉൾപ്പെടെ സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. രേഖകളില്ലാത്ത പണം പിടികൂടുന്നതിനാണ് പരിശോധന. കൈവശം വയ്ക്കുന്ന പണത്തിന് നിയന്ത്രണമുണ്ട്. കൂടുതൽ പണം കൊണ്ടുവരാനാകാത്തത് ചന്തയിൽ കച്ചവടക്കാരുടെ എണ്ണം കുറയാൻ കാരണമായി. ഇതും കച്ചവടം കുറയ്ക്കാനിടയാക്കി. CCN ഒറ്റപ്പാലം.